ഇപ്പൊ ശീതന്റെ വളയ്ക്ക് ശേഷം വളയ്ക്ക് ശേഷം വരുന്ന സിനിമ, അപ്പൊ ഇപ്പൊ എങ്ങനെയായിരുന്നു ഓരോ സ്ക്രിപ്റ്റ് തെരഞ്ഞെടുക്കുന്നത്? ഇപ്പൊ വരുന്നത് കിട്ടുന്നത് ചെയ്യുന്നു എന്നല്ലാതെ സ്ക്രിപ്റ്റ് തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് ശീതലിനെ കാണുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ മുന്നേ. അതെല്ലാത്തിനും ഞാനല്ലേ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷോർട്ട് ഫിലിമിലാണ്. ഷോർട്ട് ഫിലിം പേര് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഫ്രണ്ട് അതിലാണ് ആദ്യം കാണുന്നത്. അപ്പോഴേ നമ്മള് നോട്ട് ചെയ്ത ഓക്കെ നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഈ കുട്ടി കൊള്ളാമെന്ന് തോന്നി അങ്ങനെ കണ്ടത് കാണാം. പിന്നീട് നമ്മൾ സിനിമയിൽ എത്തുന്നതും സിനിമയിൽ കാണുന്നതും അതിപ്പോ ഇപ്പൊ ഈ പ്രകമ്പനം സിനിമ വരുമ്പോ എങ്ങനെയായിരുന്നു ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഇതുവരെ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഉള്ള റോൾ ആണെന്ന്? ഇല്ല, അങ്ങനെയല്ല. ആക്ച്വലി ഗോളമാണ് എന്റെ ഫസ്റ്റ് ഫിലിം. അതിനുശേഷമാണ് ഈ പറഞ്ഞ ബംബ്ലിംഗ് ആയാലും എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത്. ഗോളം ഈ പറഞ്ഞ മാതിരി ഓഡിഷൻ ത്രൂ ഞാൻ ചെയ്തിട്ടുള്ള ഒരു എന്റെ വർക്കാണ്. അതിനുശേഷം വള എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അതും ഈ പറഞ്ഞ ത്രൂ ഔട്ട് ഫസ്റ്റ് ആദ്യം കിട്ടിയൊരു ഫീമെയിൽ ലീഡ് ഇതായിരുന്നു. അതിനുശേഷം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഭിജിത്ത്, ഇതിൽ നമ്മൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ത്രൂ ആണ് ആദ്യം ഞാൻ വിജയചേട്ടനെ കാണുന്നത്. അതിനുശേഷം ചെറിയൊരു ഓഡിഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെലക്റ്റഡ് ആയി. പക്ഷെ കഥ കേൾക്കാന്ന് വെച്ചാൽ കഥ എനിക്ക് അറിയായിരുന്നു. പക്ഷെ അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്നുപേരാണ്. ഈ മൂന്നുപേരുടെ കൂടെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പ്രസൻസ് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സ്പെഷ്യലി അത് നോട്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഹൊറർ കോമഡി ഇഷ്ടമുള്ളൊരു ജോണറാണ്. പക്ഷെ ഹൊറർ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചിരിക്കാനും ഫണ്ണും എല്ലാം ഉള്ള ഒരു എലമെന്റ് ഉള്ള ഒരു പടം ആയതുകൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ ഞാൻ നിർക്കുമായിരുന്നു, കാരണം എനിക്ക് വേറെ നിർത്തിയില്ല.